പ്രാർത്ഥിച്ചു. എന്നാൽ നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. തനിക്ക് ഈ മഴയെ നിർത്തുവാൻ കഴിയും. അതുകൊണ്ട് ദൈവമക്കളുടെ പ്രാർത്ഥനയോടെ ഇരിക്കണം. കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും ഞങ്ങൾ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ നാളുകളില് ശവസംസ്കാര ശുശ്രൂഷ വേളകളില് ഒരുപാട് അനുസ്മരണ പ്രസംഗങ്ങൾ നാം കേൾക്കാറുണ്ട്. അത് വളരെ നീണ്ടുപോകുന്നതായ അവസ്ഥ പല സ്ഥലങ്ങളിൽ കാണാറുണ്ട്. ഒരു പക്ഷെങ്കിൽ അനുസ്മരണം പറയുന്നത് കൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയതായ വ്യക്തിയുടെ മക്കൾക്കും ബന്ധുമിത്രാദികൾക്കും അത് ഒരളവോളം ആശ്വാസകരവും സന്തോഷകരവുമായിരിക്കും എങ്കിൽ തന്നെയും അവരെ കൂടാതെ അനേകം ആൾക്കാർ ഇങ്ങനെയുള്ള കൂടുവരവുകളിൽ വരാറുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അതത്രമാത്രം സുഖകരമായ ഒന്നായിരിക്കുകയില്ല. നമ്മുടെ ഇടയിൽ ഈ നാളുകളിൽ നാം ഒരുപാട് അനുസ്മരണങ്ങൾ മണിക്കൂറുകളോളം നീണ്ടുപോകുന്നതായി കാണാറുണ്ട്. എന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തതായ നിലയിൽ ചില അനുസ്മരണങ്ങൾ ചില പ്രിയപ്പെട്ടവർ പറയേണ്ടത് അത്യാവശ്യമാണ്. അത് ദൈവനാമം മഹത്വപ്പെടുവാൻ ഇടയാകുമെന്നുള്ളതിന് സംശയമില്ല. ഇന്ന് ഇവിടെ വളരെ പേർ കടന്നു വന്നിട്ടുണ്ട്. എല്ലാവർക്കും അനുസ്മരണം പറയുവാൻ അവസരം ഒരുക്കുക എന്നുള്ളത് നടക്കാത്ത ഒരു കാര്യമാണ്. ചുരുക്കം ചില പ്രിയപ്പെട്ടവർക്ക് മാത്രമായിട്ട് ചുരുക്കം ചില നിമിഷങ്ങളിലേക്ക് ആ ശുശ്രൂഷ മാറ്റിവെക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ദൈവനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരും സഹകരിക്കണം എന്നപേക്ഷിക്കുന്നു. അനുസ്മരണം പറയുന്ന പ്രിയപ്പെട്ടവർ കാലാവസ്ഥയുടേതായ ചുറ്റുപാടുകൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. ദയവ് ചെയ്ത് 2 മിനിറ്റ് കൂടിയാൽ 3 മിനിറ്റ് കൊണ്ട് അനുസ്മരണ വാക്കുകൾ നിർത്തണം എന്ന് അപേക്ഷിക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. ദുഃഖാർത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് സർവശക്തനായ ദൈവം എല്ലാ സമാധാനവും ആശ്വാസവും പ്രത്യാശയും നൽകട്ടെ. പ്രിയ ശമേൽച്ചാനും അമ്മച്ചിയും മക്കളും ദീർഘവർഷങ്ങൾ പാണ്ടനാട് നോർത്ത് അസംബ്ലിയുമായുള്ള സജീവമായ ബന്ധം പുലർത്തിപ്പോന്ന ഒരു കുടുംബമാണ്. ചില വർഷങ്ങളെയായുള്ളൂ ഇക്കരെ ഒരു കൂടിവരവ് ഉണ്ടാകുവാനായിട്ട് ദൈവത്തിന് പ്രസാദമായി. തൻ്റെ ബാല്യകാലം മുതൽ തന്നെ ഇവിടെ നിന്ന് നടന്ന് ഇപ്പോൾ കേട്ടതുപോലെ പമ്പയാർ അക്കരെ കടന്ന് പിന്നെയും 1.5 കിലോമീറ്റർ നടന്നാണ് ഞങ്ങളുടെ ഹോളിൽ കർത്താവിനെ ആരാധിപ്പാനായിട്ട് കടന്നു വന്നത്. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും അവരൊരു ദിവസം പോലും ഒരു ഞായറാഴ്ച പോലും മുടക്കിയതായിട്ട് കാണുവാൻ സാധിക്കത്തില്ല. വെള്ളപ്പൊക്കമുള്ള സമയത്തും ആ വള്ളത്തിൽ കയറി കടന്നു വന്ന് ദൈവജനത്തോട് ചേർന്ന് കർത്താവിൻ്റെ മഹത്വപ്പെടുത്തുവാൻ തൻ്റെ ദാസനെ കഴിഞ്ഞ ദീർഘവർഷങ്ങളിടെയായി ഈ ഭൂമിയിൽ 90 വർഷക്കാലം ജീവിപ്പാൻ ദൈവം തനിക്ക് അവസരം കൊടുത്തു. ആ ജീവിതത്തിൽ താൻ പ്രാപിക്കേണ്ട ഏറ്റവും വലിയ കാര്യം യേശുക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ആത്മരക്ഷ പ്രാപിച്ച് സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ തന്നെ രക്ഷിച്ച കർത്താവിനെ ആരാധിച്ച് മുമ്പോട്ട് പോയ ഒരു വ്യക്തിയാണ്. ഞങ്ങളുമായിട്ട് വളരെ സ്നേഹബന്ധമാണ് കഴിഞ്ഞ ദീർഘവർഷങ്ങൾ പുലർത്തിയിരുന്നത്. താൻ ബലഹീനാവസ്ഥയിലായിരുന്നപ്പോൾ ഭവനത്തിൽ ഞങ്ങൾ സഭയായിട്ട് തന്നെ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ താൻ ഓരോ വ്യക്തികളെയും ഓരോ കുടുംബങ്ങളെയും പ്രത്യേക അന്വേഷണം എല്ലാവരെയും അറിയിക്കണമെന്ന് താൻ എപ്പോഴും ഓർപ്പിക്കാറുണ്ട്. അത്രമാത്രം വലിയ ബന്ധമായിരുന്നു. തൻ്റെ മക്കളും ആ നിലയിൽ തന്നെ അവരുടെ വിദ്യാഭ്യാസമുള്ള ബന്ധത്തിലും അവിടെ കടന്നു വന്ന് അവിടെയുള്ള ദൈവജനവുമായുള്ള കൂട്ടായ്മ ആചരിപ്പാൻ ദൈവം സഹായിച്ചു. തന്നെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ നല്ലൊരു അധ്വാനിയായിരുന്നു, കൃഷിക്കാരനായിരുന്നു. വളരെ കഠിനാധ്വാനം ചെയ്താണ് ഈ മക്കളെയൊക്കെ വിദ്യാഭ്യാസം ചെയ്ത് അവരെ ഉന്നതമായ സ്ഥാനത്തെത്തിക്കുവാനായിട്ട് തന്നെ ദൈവം ബലപ്പെടുത്തി. ഒരു ശാന്ത സ്വഭാവക്കാരനായിരുന്നു. ഇയ്യോബിൻ്റെ ആ ഗുണവിശേഷങ്ങൾ തന്നിൽ കാണുവാൻ സാധിക്കും. നേരുള്ളവൻ, നിഷ്കളങ്കൻ, നിർമ്മലൻ, ദോഷം വിട്ടകലുന്നവൻ, ദൈവഭക്തനായിട്ട് ജീവിച്ചു.
തൻ്റെ പ്രയാസഘട്ടത്തിൽ തൻ്റെ പ്രത്യാശ വിഷയം എനിക്ക് എൻ്റെ കർത്താവിൻ്റെ അടുക്കിലേക്ക്, അക്കരെ നാട്ടിലേക്ക് ഇനി എനിക്കങ്ങ് പോയാൽ മതി, ആ വലിയ പ്രത്യാശയോടുകൂടിയാണ് തൻ്റെ ഈ അവസാന നിമിഷങ്ങളിൽ ഏറിയ പ്രത്യാശയിലാണ് താൻ കടന്നുപോയത്. കഴിഞ്ഞ തിങ്കളാഴ്ചയും തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണുവാൻ ഞങ്ങൾക്ക് കുടുംബമായിട്ട് സഹായിച്ചു. അപ്പോൾ തന്നെ വളരെ ബലഹീനാവസ്ഥയിൽ ഒരു ശ്വാസത്തിൽ മാത്രം കിടക്കുകയായിരുന്നു. എന്നാൽ വെള്ളിയാഴ്ച അധികം നീട്ടാതെ കർത്താവ് തൻ്റെ സമയത്ത് തൻ്റെ ദാസനെ കർത്താവിൻ്റെ സന്നിധി ചേർത്തു. താൻ ഇന്ന് കർത്താവിൻ്റെ സന്നിധി വിശ്രമിക്കുന്നു. ഭൗതിക ശരീരം ഭക്തന്മാർക്ക് ചെയ്യുന്ന നിലയിൽ സംസ്കരിക്കുവാനായിട്ടാണല്ലോ നാം കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു കാര്യം ഓർക്കണം, നാം എല്ലാവരും ഇതേ നിലയിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ടതാണ്. എന്നാൽ നാം മാറ്റപ്പെടുമ്പോൾ നമ്മുടെ നിത്യത എവിടെ കഴിക്കും? അത് നാം ജീവിച്ചിരിക്കുമ്പോഴാണ് ഉറപ്പ് പ്രാപിക്കേണ്ടത്. മരണശേഷം നമുക്കൊന്നും തന്നെ ചെയ്യുവാൻ സാധിക്കത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്. ആത്മാവിൻ്റെ രക്ഷ വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ കർത്താവായിട്ട് അംഗീകരിച്ചാൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹമാണ് ആത്മരക്ഷ, നിത്യജീവൻ. മനുഷ്യാത്മാവിൻ്റെ വില ഒരു വ്യക്തി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലോകത്തിലെ ഒരു മഹാന്മാരും മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തു മാത്രമാണ് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വില പറഞ്ഞത്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അപ്പച്ചൻ്റെ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയ സഹോദരീസഹോദരന്മാരെ, നിങ്ങളുടെ ആത്മാവിൻ്റെ രക്ഷ നിങ്ങൾ പ്രാപിച്ചിട്ടില്ല എങ്കിൽ അപ്പച്ചൻ മൗനമായിട്ട് നമ്മോട് സംസാരിക്കുകയാണ്. യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായി സ്വീകരിച്ചാൽ ലഭിക്കുന്ന അനുഗ്രഹമാണ് ആത്മരക്ഷ. ഈ സന്ദേശം നിങ്ങൾക്ക് തുടർന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്നിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കും. ആത്മരക്ഷ പ്രാപിക്കാത്തവർ ഒരു തീരുമാനമെടുത്ത് പ്രത്യാശയുള്ളൊരു ജീവിതം നയിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ദുഃഖത്തിലിരിക്കുന്ന പ്രിയ അമ്മച്ചിയെയും മക്കളെയും കൊച്ചുമക്കളെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. പാണ്ടനാട് നോർത്ത് അസംബ്ലിയുടെ എല്ലാ ദുഃഖവും ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ദിവ്യമായ സമാധാനവും ആശ്വാസവും കൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ നിറയ്ക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. തുടർന്ന് ബഹുമാന്യനായ പഠിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് 2 മിനിറ്റ് സംസാരിക്കാം. പ്രിയമുള്ളവരെ, എൻ്റെ ഒരു പ്രിയ സുഹൃത്തായിരുന്നു ശ്രീ സാമുവൽ. ഞങ്ങൾ പ്രായത്തിൽ ഒരല്പം വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും എന്നെ സ്വന്തം അനുജനെ പോലെ കരുതി എന്നോട് സ്നേഹം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ സ്വന്തം ആളുകളാരെങ്കിലും വിട്ടുപോയാലുണ്ടാകുന്ന ഒരു പ്രയാസമാണ് എനിക്കുള്ളത്. ഞാൻ സാമുവലിൻ്റെ മക്കളെ എല്ലാം പഠിപ്പിച്ചു. അവരൊക്കെ ഇപ്പോൾ മിടുക്കന്മാരായി. ഇതിനിടയിൽ ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ സാമുവലിനെ പരിമല വീട്ടിൽ പോയി കണ്ടു. ഏതായാലും 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുകയും അതിനിടയിൽ മക്കളെല്ലാം നല്ല നിലയിൽ കാണുവാനും എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനും കാരണമായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ ദുഃഖിക്കുന്നത് പോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ ആളുകൾ ദുഃഖിക്കുന്നു. എൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ നടന്നു വന്ന് കാണാനുള്ള സൗകര്യമില്ല. ആ ദുഃഖത്തിലെല്ലാം ഞാൻ പങ്കുചേരുന്നു. ഈ നാട്ടുകാരുടെ ദുഃഖത്തിലും ഞാൻ പങ്കുചേരുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയ അച്ചാച്ചൻ്റെ ഭൗതിക അവശിഷ്ടം ഈ ഭവനത്തിൻ്റെ അങ്കണത്തിലേക്ക് കൊണ്ടുവരണമെന്ന് ഞങ്ങൾ വളരെ ആഗ്രഹിച്ചു. ദൈവം അതിനിടയാക്കി. കാരണം എന്തെന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവൻ ജനിച്ച് വളർന്ന ഈ ദേശത്ത് തന്നെ പ്രിയപ്പെട്ടവന്റെ ശവസംസ്കാര ശുശ്രൂഷ നടക്കണമെന്നുള്ളതായ ആഗ്രഹമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവൻ പലപ്പോഴും രോഗാവസ്ഥയിലായിരുന്നപ്പോൾ ഈ ഭവനത്തിലേക്ക് വരണം എന്നുള്ളതായ വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ശാരീരികമായ അവസ്ഥകൾ അതിനനുവദിച്ചില്ല.
കഴിഞ്ഞ 3 വർഷക്കാലമായി പ്രിയ പിതാവ് ശരീരത്തിൽ അല്പമായ അസ്വസ്ഥതയാൽ കഴിയുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ 1.5 വർഷക്കാലം കിടപ്പിലായ ഒരവസ്ഥയിലേക്ക് പ്രിയപ്പെട്ടവൻ മാറുകയുണ്ടായി. ശരീരത്തിൽ വളരെ ക്ഷീണിതനായിത്തീരുകയുണ്ടായി. പ്രത്യേകിച്ച് മക്കൾക്ക് എല്ലാവർക്കും കൂടെ കടന്നു വരുവാനും ധാരാളം ദിവസങ്ങൾ പ്രിയ പിതാവിനെ ശുശ്രൂഷിപ്പാനുമുള്ളതായ വലിയ ഭാഗ്യം ദൈവം കൊടുത്തു. അതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. അത് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. അച്ചാച്ചന് വയ്യ എന്ന് കേൾക്കുന്ന ഉടനെ അടുത്ത നെക്സ്റ്റ് അവൈലബിൾ ട്രെയിനിനോ പ്ലെയിനിനോ മക്കൾ എല്ലാവരും വരുന്നതായ ഒരവസ്ഥയായിരുന്നു. വാസ്തവത്തിൽ ഈ പ്രിയ പിതാവിന് ലഭിച്ചതായ ശുശ്രൂഷകൾ, മക്കളുടേതായ പരിചരണം, അത് വളരെ അനുകരണീയമായ ഒന്നാണ് എന്നുള്ളത് യാതൊരു വിധമായ സംശയവും ഇല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച 4:50 പ്രിയ പിതാവ് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ യാതൊരു വിധമായ ഭാവവ്യത്യാസവുമില്ലാതെ ഞങ്ങൾ നോക്കി നിൽക്കെ പ്രിയ പിതാവ് വളരെ ശാന്തനായി കടന്നു പോകുന്നതാണ് കാണുവാൻ കഴിഞ്ഞത്. ഒരു ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാണ് എന്നുള്ളത് ഒരു പ്രാവശ്യം കൂടെ രുചിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. എത്രയോ ശാന്തമായ നിലയിൽ. എന്നാൽ ദൈവത്തെ അറിയാത്തവർ മരണവെപ്രാളപ്പെടുന്നതായി നാം കേട്ടിട്ടുണ്ട്. വളരെ ശാന്തമായി ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുവാനായിട്ട് പ്രിയ പിതാവിന് ദൈവം ഭാഗ്യം കൊടുത്തു. അത് കാണുവാൻ ദൈവം ഞങ്ങളെയും അനുവദിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുടർന്ന് ചില അനുസ്മരണ വാക്കുകൾ പ്രിയ സാജൻ നമ്മോട് പറയുന്നതായിരിക്കും. അതിനായി പ്രിയപ്പെട്ടവനെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്ക് പുറമോട്ട് തിരിഞ്ഞു പോയി അനേക കാര്യങ്ങൾ എനിക്ക് ഈ കൂടിയിരിക്കുന്ന സദസ്സിനോട് പറയാനുണ്ട്. എന്നാൽ അതിനുള്ള സമയം ഇപ്പോഴില്ലല്ലോ. എന്നാൽ ചുരുക്കം ചില കാര്യങ്ങൾ ഓർക്കാതിരിക്കാൻ തരമില്ല. പ്രിയ അപ്പച്ചനെ കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ പ്രിയ പിതാവ് പ്രിയ റെജി ഓർപ്പിച്ചതുപോലെ ചില കാര്യങ്ങളിലൊക്കെ വളരെ കർക്കശമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അനുഭവമാണ് തനിക്കുണ്ടായിരുന്നത്. മക്കളെ സത്യത്തിൽ നടക്കണമെന്നുള്ളതായ വലിയ ആഗ്രഹം തനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ താനെ വിശ്വാസത്തിന് വേണ്ടി വളരെ വില കൊടുത്ത ഒരു വ്യക്തിയാണെന്ന് എനിക്ക് കഴിഞ്ഞ നാളുകൾ മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പ്രത്യേക കാരണം എന്ന് പറയുന്നത് പ്രിയ അമ്മച്ചി എന്ന് പറയുന്ന എൻ്റെ പിതാവിൻ്റെ ഏക സഹോദരിയും ആണ്. എനിക്ക് ഭവനവുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് കഴിഞ്ഞ നാളുകൾ ഞങ്ങൾക്കുള്ളത്. മറ്റ് ഉള്ള ഭവനങ്ങളെ പോലെയല്ല. അവധി കിട്ടുമ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വരികയും ഇവിടെ നിന്ന് മക്കളായ എല്ലാവരും ഞങ്ങളുടെ ഭവനത്തിൽ വരികയും ഞങ്ങളങ്ങനെ ഒരു ഭവനം പോലെ ഞങ്ങൾ ജീവിച്ചവരാണ്. എന്നാൽ കഴിഞ്ഞ ചില നാളുകളായിട്ട് അപ്പച്ചന് ക്ഷേമമില്ലായിരുന്നു. എന്നാൽ മിക്കവാറും സമയങ്ങൾ നാട്ടിൽ വന്ന് അപ്പച്ചനെ കാണുവാനും ആ നിലയിലെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് ഈ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ കർത്താവ് അവസരം തന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ അപ്പച്ചന് വയ്യാതായ സമയം മുതൽ തന്നെ പ്രിയ മക്കൾ പ്രിയ ജെയിംസും ബിജുവും ഞങ്ങൾ ഒന്നിച്ച് അജ്മാൻ ബ്രദർ അസംബ്ലിയിൽ ഒന്നിച്ച് ഞങ്ങൾ കൂട്ടായ്മ ബന്ധത്തിലായിരിക്കുന്നു. എപ്പോൾ ഈ സമയങ്ങളിലെല്ലാം പിതാവിനെ ഓർത്ത് ഞങ്ങൾക്ക് സഭയായിട്ടും വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് അവസരം തന്നുകൊണ്ടേയിരുന്നു. എന്നാൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെയും ഞങ്ങൾ പ്രിയ പിതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ അവസരം കർത്താവ് തന്നു. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം അവിടുത്തെ പ്രിയൻ വെച്ച സന്നിധിയിൽ പ്രിയ പിതാവിനെ അവിടുന്ന് മാറ്റപ്പെടുവാനായിട്ട് കർത്താവ് ഹിതമായി. എന്നാൽ പ്രിയ മക്കൾക്ക് എല്ലാവർക്കും ആ നിലയിൽ ഞങ്ങൾക്ക് വളരെയധികം ദുഃഖമുണ്ട്. ഞങ്ങളെ ഓർത്ത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സഭയായിട്ട് ഇപ്പോഴും അവിടെ ദൈവജനം വിശേഷാല് പ്രാർത്ഥനയിൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രിയ സഹോദരിമാർ പ്രത്യേകാല ഇന്നത്തെ കാലാവസ്ഥയുടെ അനുഗ്രഹത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകാല അജ്മാൻ ബ്രദർ അസംബ്ലിയിലുള്ള എല്ലാ സഹോദരന്മാരുടെ ദുഃഖം ഞാൻ ഈ സമയത്തെ രേഖപ്പെടുത്തുന്നു. തുടർന്നും ഞങ്ങളെ ഓരോരുത്തരെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം എന്നുള്ള വാക്കുകളോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവത്തിന്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. തുടർന്ന് പാണ്ടനാട് ഇമ്മാനുവേൽ അസംബ്ലിയെ പ്രതിനിധീകരിച്ച് പ്രിയ സഹോദരൻ ജോയ് 2 മിനിറ്റ് സംസാരിക്കുന്നതായിരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വേളയിൽ
ആയിരിക്കാൻ തക്കവണ്ണം വലുവനായ ദൈവം ഒരവസരം ഒരുക്കി. പ്രിയ പിതാവിനുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ പാർനാട് ഇമ്മാനുവേൽ ബ്രദർ അസംബ്ലിക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ട് തന്നെയല്ല, ഞങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ ആ നിലയിൽ സഭയെ പരിപാലിപ്പാൻ തക്കവണ്ണം വളരെ കർശനപരമായി തന്നെ പ്രിയ പിതാവ് സഭയെ പരിപാലിച്ചുകൊണ്ട് പോയി. ഞങ്ങളുടെ സഭയ്ക്കുള്ളതായ ഒരു വിടവ് പിതാവിൻ്റെ വിയോഗത്തിൽ, അതുകൊണ്ട് നല്ല വലിയവനായ ദൈവം അതെല്ലാം നികത്തും. യഥാർത്ഥത്തിൽ ഇമ്മാനുവേൽ ബ്രദർ അസംബ്ലിയുള്ളതായ അനുസ്മരണം മരണത്തിൽ രേഖപ്പെടുത്തുന്നു. എന്നോടുള്ള ബന്ധത്തിൽ പറയുകയാണെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെ ഒരു മുതൽക്കൂട്ടായിരുന്നു പ്രിയ പിതാവ്. ഞാൻ ഈ ഭവനത്തിൽ കടന്നു വരുമ്പോൾ ആത്മീയ കാര്യങ്ങൾ വളരെ പങ്കുവെച്ച് ഞങ്ങൾ തമ്മിൽ അനേക മണിക്കൂറുകൾ ഈ ഭവനത്തിൽ ചെലവഴിക്കാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് തന്നെ പ്രിയ പിതാവിനുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ പ്രിയ പിതാവ് അനേക കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു തന്ന് എന്നെ നിലയിൽ ഒരു പക്ഷെങ്കിൽ തൻ്റെ മകനെ പോലെ കൈ പിടിച്ചെന്നെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ള ഇതെണ്ണത്തിൽ ഓർക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ സഭയുടെയുള്ളതായ അനുസ്മരണ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ കർത്താവിന്റെ വിലയേറിയദാസൻ തോമസ് കുട്ടി കുരുവിള മുൻപോട്ട് കടന്നു വന്ന് ചുരുക്കമായി ഇതുവരെ നടന്ന ശുശ്രൂഷയ്ക്ക് ദൈവത്തിന് സ്തോത്രം പറയുകയും തുടർന്ന് നടക്കേണ്ടതായ ശുശ്രൂഷകൾ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരിക്കും. കർത്താവിന്റെ വിലയേറിയദാസൻ തോമസ് കുട്ടി കുരുവിള. ദൈവമേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ശുശ്രൂഷയിൽ അടിയങ്ങൾ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ദൈവമായ പരിപാലനവും നടത്തിപ്പും ഉള്ളതോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. വിശേഷാൽ അവിടുത്തെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയ പ്രിയ പിതാവിനായി സ്തോത്രം. നിന്റെ ദാസനെ ദീർഘവർഷം ദൈവകൃപയിൽ അവിടുന്ന് നിലനിർത്തി കുടുംബമായി പരിപാലിച്ചു. കുടുംബത്തിൽ മാതൃകാപരമായി താൻ ജീവിച്ചു. സഭയ്ക്ക് പ്രയോജനമുള്ളവനായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയിൽ പങ്കാളിയായി അനുഗ്രഹീതരായ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും വിശേഷാൽ അവർ ദൈവകൃപയിൽ നിലനിൽക്കുന്നത് കണ്ട് സമാധാനത്തോടെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പിരിയുവാൻ അവിടുന്ന് ഇടയാക്കിയതിനായി സ്തോത്രം. ദീർഘമായ ആയുസ് കൊണ്ട് നിന്റെ ദാസനെ തൃപ്തിപ്പെടുത്തിയതിനായി സ്തോത്രം. കർത്താവേ, തൻ്റെ ക്ലേശങ്ങളും രോഗങ്ങളും ഒക്കെ തീർന്ന് അവിടുത്തെ സന്നിധിയിൽ ഇപ്പോൾ വിശ്രമിക്കുന്നു. ആ കാഴ്ച വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ട് ഞങ്ങളുടെ പ്രത്യാശ പൂവണിയുവാനും ദൈവത്തെ സ്തുതിപ്പാനും തിരുമേനി നൽകിയിരിക്കുന്ന വിലയേറിയ അവസരത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും തക്ക സമയത്ത് കടന്നു വരുവാനിടയായി. പ്രകൃതി അല്പം പ്രതികൂലമാണെങ്കിലും എല്ലാ കാര്യങ്ങളും ഭംഗിയായും അനുഗ്രഹപ്രദമായ നിലയിൽ നടക്കുവാൻ തിരുമേനി ഇടയാക്കണം. ശുശ്രൂഷിക്കുന്ന ദാസന്മാരെ ഓർക്കണം. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആവശ്യമായ വചനം അവിടുന്ന് നൽകിത്തരണം. കർത്താവെ, വളരെ വിലപ്പെട്ട അനുസ്മരണങ്ങൾ കേൾക്കുവാനിടയായി. ഈ ഭവനത്തിൽ പ്രിയ മാതാവിനെയും ബന്ധുക്കളെയും മക്കളെയും കുടുംബങ്ങളെയും എല്ലാം ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ ധൈര്യപ്പെടുത്തണം, ബലപ്പെടുത്തണം, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണം. സമാധാനത്തോടെ കർത്താവിൻ്റെ സാക്ഷികളായി നിലനിൽപ്പാനും അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളുമായി മുന്നോട്ട് പോകുവാനും വരുന്ന ദിവസങ്ങളിൽ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. തുറന്നുള്ള ശുശ്രൂഷകളെ അവിടുന്ന് ആദരിക്കണം. ദൈവകൃപ ധാരാളം വ്യാപരിക്കുവാനിടയാകണം. അനുഗ്രഹിക്കപ്പെട്ട വചനം കേൾക്കുവാനും ധൈര്യപ്പെടുവാനും സമാധാനത്തോടെ ജീവിപ്പാനും തുറന്നുള്ള നിമിഷങ്ങളിൽ തിരുമേനി ആവശ്യമായ കൃപ തന്ന് എല്ലാവരെയും സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ വിശേഷാൽ ഓർക്കുന്നു. അവിടുന്ന് ആശ്വസിപ്പിക്കണം. സർവ്വകൃപാലുവായ ദൈവം സമസ്തമായ ആശ്വാസവും നൽകി എല്ലാവരെയും ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണം. കാലാവസ്ഥ അനുകൂലമാക്കി തരണം. കൃപയുടെ കരങ്ങളാൽ താങ്ങണം. മഹത്വം എല്ലാം തിരുമേനി എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. നല്ല നാഥനെ, നിനക്കായി ഞാൻ വേല ചെയ്യുമന്ത്യം വരെ. അല്ലൽ തീർന്നും നിൻ സവിധേ വരാതില്ല പാരിൽ വിശ്രമവും. അല്ലൽ തീർന്നും നിൻ സവിധേ വരാതില്ല പാരിൽ വിശ്രമവും. കർത്തൃകാഹളം വാനിൽ കേൾക്കുവാൻ കാലമായില്ലേ പ്രിയനേ. ആശ
സ്വർഗനാട്ടിലും പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്നു കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. സ്വർഗനാട്ടിലും പ്രിയൻ തീർത്തിടും സ്വന്ത വീട്ടിൽ ചേർന്നിടുവാൻ മമകാന്തനെ ഒന്ന് കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. മമകാന്തനെ ഒന്ന് കാണുവാൻ ദിനം കാത്തു പാർത്തിടുന്നു. നിങ്ങളുടെ സഹകരണത്തിനായി വീണ്ടും നന്ദി പറയുന്നു. തുടർന്നും ദയവ് ഇത് സഹകരിക്കണം. കടന്നു വരുന്ന പ്രിയപ്പെട്ടവർക്ക് ഇതുവഴി വന്ന് കാണുവാനുള്ളതായ സൗകര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കണം. ദൈവജനം കൂടുന്നിടത്തൊക്കെയും ദൈവത്തിന്റെ വചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ശുശ്രൂഷയിലും നാം ദൈവത്തിന്റെ വചനം കേൾക്കുന്നതായിരിക്കും. ദൈവത്തിന്റെ ദാസന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരായി ദൈവവചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. ഇപ്പോൾ പ്രിയ സഹോദരൻ ജോബിൻ മാത്യു മുൻപോട്ട് കടന്നു വന്ന് 15 മിനിറ്റ് സമയം ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നതായിരിക്കും. പ്രിയ സഹോദരനെ ക്ഷണിക്കുന്നു. Greetings to you all in the name of our soon coming Lord and our Savior Jesus Christ. നമ്മുടെ രക്ഷിതാവും കർത്താവുമായ അതും വേഗം വരുന്നതായ കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. This Apachan who is lying here has 8 children who are seated here. All of them are here. അതെ, ഈ പ്രിയ അപ്പച്ചന് 8 മക്കളാണ്. അവരെല്ലാവരും ഇവിടെയുണ്ട്. And he has 19 grandchildren. 19 കൊച്ചുമക്കൾ ഈ പ്രിയ അപ്പച്ചനുണ്ട്. And he has 6 great grandchildren. അതെ, 6 കൊച്ചുമക്കളുടെ മക്കളുമുണ്ട്. And most of the grandchildren are also standing or seated here. ആ കൊച്ചുമക്കളിൽ എല്ലാവരും തന്നെ ഇവിടെയുണ്ട്. And I am one of them. ഞാൻ അതിൽ ഒരാളാണ്. We are all gathered here to bid farewell to the physical body of our dear Apachan. ഈ പ്രിയ അപ്പച്ചന്റെ ഭൗതിക ശരീരത്തിന് യാത്രയയപ്പ് നൽകുവാൻ വേണ്ടിയാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. If you see us crying, that is only because of sadness. It is not because of sorrow. അതെ, ഞങ്ങൾ കരയുന്നവരായി നിങ്ങൾ കാണുന്നുവെങ്കിൽ അത് സങ്കടം കൊണ്ടാണ്. അത് നിത്യമായ ഒരു ദുഃഖം കൊണ്ടല്ല. Yes, indeed, our Apachan has gone away from us. അതെ, വാസ്തവമായി ഞങ്ങളുടെ പിതാവ് ഞങ്ങളിൽ നിന്ന് പോയി. We have all come here to bid him farewell. ഈ പ്രിയ പിതാവിന് യാത്രയയപ്പ് നൽകുവാനാണ് നാം എല്ലാവരും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. But I would like to remind you that when we are all seated here, we also speak of a blessed hope that one day we will see him. അതെ, ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. നാം എല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രിയ പിതാവിനെ ഒരു നാളിൽ നമുക്ക് കാണാമെന്നുള്ളതായ വലിയ പ്രത്യാശ നമുക്കുണ്ട് എന്നുള്ളത് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. And I know that like me, that there are many people who are sitting here who are experiencing this same hope. അതെ, എന്നെ പോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ പ്രത്യാശ അനുഭവിക്കുന്നവരാണ്. When a baby is born in this world, ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ the parents give him a name. ആ മാതാപിതാക്കൾ ആ കുഞ്ഞിനൊരു പേര് നൽകും. The boy has an identity. ആ കുഞ്ഞിനൊരു ഒരു ഐഡന്റിറ്റി ഉണ്ടാകും. And then that boy or that girl grows up in this world. ആ ആൺകുഞ്ഞാകട്ടെ പെൺകുഞ്ഞാകട്ടെ അത് വളരുവാൻ തുടങ്ങുന്നു. Every person that is living in this world will know that person by his or her name. ആ കുഞ്ഞ് വളർന്നു വരുന്തോറും ചുറ്റുപാടുമുള്ള എല്ലാവരും ആ പേര് മൂലം ആ കുഞ്ഞിനെ അറിയുവാനിടയായി തീരും. But let me tell you like this. എന്നാൽ ഞാൻ ഇങ്ങനെ പറയട്ടെ, The day that person dies, എന്നാൽ ആ വ്യക്തി മരിക്കുന്നതായ ദിവസം whoever that person may be, ആരുമാകട്ടെ ആ വ്യക്തി, every person will only refer to that person as a body. അതെ, ആ മരിച്ചു കഴിഞ്ഞാൽ ഒരു ശരീരം എന്നുള്ള നിലയിൽ മാത്രമേ ആ വ്യക്തിയെ കുറിച്ച് പറയുകയുള്ളൂ. On that day the name comes to an end. ആ ദിവസത്തിൽ ആ പേരിനൊരു അവസാനം വരികയാണ്. On that day the identity comes to an end. അവന്റെ വ്യക്തിത്വത്തിന് ഒരു അവസാനം വരികയാണ്. Everybody says that they are going to see the body. അതെ, എല്ലാവരും പറയുന്നത് ഞങ്ങൾ ആ ശവശരീരം കാണുവാൻ പോകുകയാണ്. All of you who are seated here, can I remind you once again? ഇവിടെ ഇരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഞാൻ വീണ്ടും ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. It does not matter where we all have come from. അതെ, നാം എവിടെ നിന്ന് വന്നു എന്നുള്ളതല്ല വിഷയം. It does not matter where we have been living our life. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെ ജീവിക്കുകയായിരുന്നു എന്നുള്ളതല്ല From വിഷയം. wherever you have come, forever you are right now. This is the state of all mankind. പ്രിയമുള്ളവരെ, നിങ്ങളോട് ഞാൻ ഇങ്ങനെ ഊന്നി പറയുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എവിടെ നിന്ന് വന്നുവെന്നോ നിങ്ങൾ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുന്നുവെന്നോ ഉള്ളതല്ല വിഷയം. മറിച്ച്
ഇതാണ് മാനവജാതിയുടെ അവസാനം. All people in this world were made from dust and one day will die and go back to dust. എല്ലാവരും ഭൂമിയിലെ പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ട് ഒരു ദിവസം ആ പൊടിയിലേക്ക് തിരികെ ചേരും. But there is a difference in regards to this Appachan who is lying here. എന്നാൽ ഇവിടെ ഈ ഭൗതിക അവശിഷ്ടത്തിന്റെ ഈ പ്രിയ അപ്പച്ചനോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ there is something very different that makes him different from all the other people here. മറ്റുള്ള എല്ലാവരെക്കാളും വ്യത്യസ്തനായി ഈ പ്രിയ പിതാവിനെ വ്യത്യസ്തനാക്കി തീർത്ത ഒരു വസ്തുതയുണ്ട്. I want to read a verse in connection with that from the Bible. അതിനോടുള്ള ബന്ധത്തിൽ വേറെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. If you don't have your Bible, please listen to me very carefully. അതെ, വേറെ പുസ്തകം നിങ്ങളുടെ കൈകളിൽ ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. 2 Kings chapter 4. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം